ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് 4 മണിക്ക് എന്തുണ്ടാക്കാനെന്നുള്ള ടെൻഷനിലാണോ? ഉച്ചയ്ക്ക് ചോറ് ബാക്കി ഇരിപ്പുണ്ടോ? എന്നാ എടുത്തോളൂ, നമുക്കൊരു കിഡിലൻ സ്നാക്ക് റെഡിയാക്കാം. 2-3 സാധനം ആദ്യം നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പില, 2 വെളുത്തുള്ളി, ഇതൊക്കെ ഒന്ന് ഇടിച്ചെടുത്തിട്ട് 1 ടേബിൾ സ്പൂണിൽ കുറവ് ഓയിൽ ചേർക്കുന്നുണ്ട്. ചതച്ചെടുത്ത് മല്ലി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒക്കെ മിക്സ് ചേർക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവോള, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. സവോള ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. സവോള നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ വേവിച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിൽ മസാല നല്ലോണം പിടിച്ചിട്ടുണ്ടാകും. ഉരുളക്കിഴങ്ങിൽ മസാല ഒക്കെ നല്ലോണം പിടിച്ചു. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് വെക്കും. കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, അത് നല്ലോണം സ്മാഷ് ചെയ്ത് കൊടുക്കാം. ചോറിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല കട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പുളിയുണ്ട് കേട്ടോ തൈരിന്. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ഓരോ ബോൾസ് ആക്കാം. റെഡിയാക്കി വെച്ചേക്കുന്ന ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുക്കാം. കൊഴുക്കട്ടയ്ക്ക് ഊറ്റിയെടുക്കില്ലേ, അതുപോലെ ഊറ്റിയെടുക്കാം. ഇനി കറക്റ്റ് റൗണ്ട് ആക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചോറൊക്കെ റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ലൂസ് ആവണ്ട ബാറ്റർ. വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. കുറച്ച് ബ്രെഡ് ക്രംസും കോൺഫ്ലേക്സും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലേക്സ് ഉണ്ടെങ്കിൽ എടുത്തോളൂ, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് മാത്രം മതിയിട്ടാ. റെഡിയാക്കി വെച്ചേക്കണ ഓരോ ബോൾ എടുത്ത് ആദ്യം കോൺഫ്ലോർ മിക്സിൽ മുക്കുണ്ട്, ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. അതേപോലെ തന്നെ കോൺഫ്ലേക്സിൽ മുക്കുണ്ട്. ഇതുപോലെ ബാക്കി 2 ബോൾസ് റെഡിയാക്കി എടുക്കാം. 10 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം. അതിൻ്റെ ശേഷം ഫ്രൈ ചെയ്താൽ മതി. റൈസ് ബോൾസ് ഫ്രിഡ്ജിൽ വെച്ച് 10 മിനിറ്റ് ആയിട്ടാ. ഇനി നമുക്ക് ഓരോന്ന് വറുത്തെടുക്കാം. എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടാ. നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ വെന്ത സാധനങ്ങളായി. മുകളിലത്തെ കോട്ടിങ് മാത്രം ഒന്ന് നല്ലോണം ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. ഒരെണ്ണ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. എല്ലാവരുടെ വീട്ടിലും മിക്ക ദിവസങ്ങളിലും ചോറ് ബാക്കി ഉണ്ടാവും. അപ്പോൾ ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.